മഴവില്ല് മാഞ്ഞ ആകാശം എപ്പിസോഡ് 15 രംഗം ആശുപത്രി. ഫാത്തിമയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെട്ട് സൽമാൻ ICUവിന് മുന്നിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഡോക്ടർ സൽമാൻ ഫാരിസ്, പേടിക്കാനൊന്നുമില്ല. ഫാത്തിമ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവളും കുഞ്ഞും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതികളാണ്. സൽമാൻ ആശ്വാസത്തോടെ ശ്വാസം വിടുന്നു. ഈ സമയത്താണ് ഖദീജ അങ്ങോട്ട് വരുന്നത്. ഇത്രയേറെ കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ടും ഫാത്തിമയെയും സൽമാനെയും എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം ആ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുക എന്ന ഗൂഢലക്ഷ്യമായിരുന്നു ഖദീജയ്ക്കുണ്ടായിരുന്നത്. ഖദീജ, സലീമിക്ക, ഫാത്തിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് പഴയതുപോലെ വീട്ടിലേക്ക് പോയിക്കൂടെ? ഉമ്മയും കാത്തിരിക്കുകയാണ്. സൽമാൻ ഫാരിസ് ഖദീജയുടെ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കുന്നു. ഖദീജയുടെ ഉള്ളിലിരിപ്പ് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. സൽമാൻ ഫാരിസ്, മതി ഖദീജ, നിർത്തിക്കോ നിന്റെ ഈ കപടസ്നേഹവും ഗൂഢലക്ഷ്യങ്ങളും. സലീമിക്കയോ? ഏത് സലീമിനെയാണ് നീ വിളിക്കുന്നത്? ഇത്രയും കാലം നീ സ്നേഹം അഭിനയിച്ച് എന്നെ വിളിച്ച ആ പേര് എനിക്കിനി വേണ്ട. എന്റെ ഉമ്മ എനിക്കിട്ട പേര് സൽമാൻ ഫാരിസ് എന്നാണ്. ഉമ്മ എന്നെ വിളിക്കാറുള്ള ആ പേര് മതി എനിക്ക്. സലീം എന്ന പേര് ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. ഖദീജ തകർന്നു നിൽക്കുമ്പോൾ സൽമാന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ ആബിദയാണ് വിളിക്കുന്നത്. ആബിദ, എന്താ മോനെ നീ ഈ കാട്ടുന്നത്? ഉമ്മയെപ്പോലും വിശ്വസിക്കാതെ നീ എങ്ങോട്ടാണ് പോകുന്നത്? സൽമാൻ ഫാരിസ്, ഇല്ല ഉമ്മ, ഇനി ഒരിക്കലും എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. ഖദീജ എന്നെയും എന്റെ ഫാത്തിമയെയും ഇല്ലാതാക്കാൻ നോക്കി. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറിത്തരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ വീട് എന്റെ പേരിലുള്ളതാണ്. ഞാനൊരു തീരുമാനം എടുക്കും മുൻപ് നിങ്ങൾ അവിടെ നിന്ന് മാറണം. തൽക്കാലം ഞാൻ വേറെ ഒരു വീടെടുത്ത് മാറുകയാണ്. സൽമാന്റെ ഉറച്ച തീരുമാനം കേട്ട് ആബിദയും ഖദീജയും സ്തബ്ധരാകുന്നു. സൽമാൻ ഫാരിസ് ഫാത്തിമയെയും കൂട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നു. എന്തായിരിക്കും അവർ? വീട് മാറുമോ? ഖദീജയുടെ നീചലക്ഷ്യം സാധിക്കുമോ? എന്തായിരിക്കും അവളുടെ അടുത്ത ലക്ഷ്യം? കാണുക അടുത്ത എപ്പിസോഡിൽ. സാജീസ് ഹെവൻ ചാനലിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഈ കഥ ഉണ്ടായിരിക്കുന്നതാണ്. കാണാൻ മറക്കരുത്. ഹൃദയസ്പർശിയായ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.